വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് കുരിശ്? കുരിശിൻ്റെ വഴി എന്താണ്? കുരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനത്തിൻ്റെ വഴി. അതായത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കുരിശുകളുണ്ട്. അപ്പോൾ കുരിശ് മനുഷ്യർക്ക് അതൊരു ശാപമായിട്ടാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ സഹനങ്ങൾ പൊതുവേ എല്ലാവരും കണക്കാക്കുന്നത് ദൈവത്തിൻ്റെ ശാപമായിട്ടും കോപമായിട്ടൊക്കെ ആയിട്ടാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. അതായത് നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് ജീവനിലേക്കാണ്, നിത്യജീവൻ്റെ വഴിയെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം പൊതുവെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടവർ സഹനത്തെയും കുരിശുകളെയും ശാപമായിട്ട് കണക്കാക്കുന്നു. അപ്പോഴവർക്ക് സംഭവിക്കുന്നത് അവരുടെ ആത്മീയ രക്ഷ വളരെ ശ്രമകരമായി മാറുന്നു. അവരുടെ ആത്മീയ രക്ഷ വളരെയധികം അപകടത്തിൽപ്പെടുന്നു. നേരെ മറിച്ച് സഹനത്തെ നമ്മൾ രക്ഷയായി കണ്ടാൽ, കുരിശിനെ നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയായി കണ്ടാൽ അത് നമ്മുടെ നിത്യജീവനെ സ്ഥിരപ്പെടുത്തും. നമുക്ക് നിത്യജീവൻ തീർച്ചയായും കൈവശമാക്കാൻ പറ്റും. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്ന വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. നാശത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. അതായത് ഈ സഹനം എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് കുരിശ് അല്ലെങ്കിൽ സഹനം എന്ന് പറയുന്നത് ശാപവും നാശവുമാണ്. എന്നാൽ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ജീവിക്കുന്ന ഓരോരുത്തർക്കും ഇത് രക്ഷയുടെ മാർഗമാണ്. ഇത് മാത്രമാണ് രക്ഷയുടെ മാർഗം.